പത്തനംതിട്ടയിൽ മക്കൾക്കൊപ്പം കാണാതായ യുവതിയുടെ ഭർത്താവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കവിയൂർ സ്വദേശി അനീഷ് മാത്യുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യ റീനയെയും 2 പെൺമക്കളെയും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതേസമയം അനീഷ് മാത്യു ആത്മഹത്യ ചെയ്യാൻ കാരണം പോലീസിന്റെ മാനസിക പീഡനമാണെന്ന് സഹോദര ഭാര്യ നീതു പറഞ്ഞു. അനിയനെ അന്ന് തൊട്ട് പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിൽ SI, CI ഉൾപ്പെടെയുള്ള പോലീസുകാരെല്ലാം വിളിച്ച് നിരന്തര ചോദ്യം ചെയ്യലിലും മാനസിക പീഡനങ്ങളും അനുഭവിച്ച് രാവിലെ പോയ വൈകുന്നേരം 10:30 വരെയൊക്കെ ആയിരുന്നു അവിടെ പിടിച്ചിരുത്തുന്നത്. ഞങ്ങളോട് നിങ്ങൾ ചെന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞ് എവിടെയൊക്കെ പോയി ഇന്ന് തിരക്കി എന്ന് ചോദിച്ച് അവിടെ എഴുതി വെച്ച് അവനെ നിരന്തരം പിടിച്ച് അവിടെ ഇരുത്തി രാവിലെ പോയ വൈകുന്നേരം വരെ അതിൻ്റെ ആ മാനസിക സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ ഇന്ന് അവൻ തൂങ്ങി മരിച്ചിരിക്കുകയാണ്. എന്നാൽ മാനസികമായി പീഡിപ്പിച്ചിട്ടില്ലെന്നും അനീഷ് അന്വേഷണവുമായി സഹകരിച്ചില്ല എന്നുമാണ് പുളിക്കീഴ് പോലീസിന്റെ വിശദീകരണം. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രവീൺ, ഇത്തരത്തിൽ അനീഷ് ആത്മഹത്യ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ട്. പോലീസ് മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും ഇല്ലെന്നും എല്ലാം ആരോപണം ഉന്നയിക്കുന്ന അതേസമയം തന്നെ ഇത്തരത്തിൽ ഇത് തെളിയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ആത്മഹത്യാ കുറിപ്പുകളോ മറ്റെന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? ചൈതന്യ, ഈ മാസം 17-ാം തീയതിയാണ് തിരുവല്ല ആലന്തുരുത്ത് എന്ന സ്ഥലത്തു നിന്നും അമ്മയെയും 2 പെൺമക്കളെയും കാണാതായത്. ഇവർ സ്വകാര്യ ബസ്സിൽ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. ആലന്തുരുത്തിയിൽ അവിടെ വാടക വീട്ടിൽ താമസിക്കുന്ന അമ്മയും 2 പെൺമക്കളും 8ഉം 6ഉം വയസ്സുള്ള 2 പെൺമക്കളെയുമാണ് കാണാതായത്. ഇവർ ആ വാടക വീട്ടിന് സമീപത്തു നിന്നും സ്വകാര്യ ബസ്സിൽ കയറി പോകുന്നതിന്റെയും തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ പുറത്ത് വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് അന്വേഷണം ഇപ്പോൾ നടന്നു വന്നിരുന്നത്. ഇതിനിടയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 5 മണിക്ക് ഈ അമ്മയുടെ ഈ 2 പെൺമക്കളുടെയും അച്ഛനായിട്ടുള്ള അനീഷിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കവിയൂരിലെ കുടുംബ വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ ആ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ബന്ധുക്കൾ പരാതിയുമായി വന്നിരിക്കുന്നത്. ഈ കാണാതായ ആളുകളെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി അനീഷിനെ തിരുവല്ല പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു പോലീസ് അധികൃതർ. അതിനുശേഷം വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. അത് സംബന്ധിച്ചാണ് ഇപ്പോൾ ബന്ധുക്കളുടെ പരാതി വന്നിരിക്കുന്നത്. പോലീസിന്റെ മാനസിക പീഡനം മൂലമാണ് അനീഷ് ആത്മഹത്യ ചെയ്തതെന്നാണ് അനീഷിന്റെ സഹോദരന്റെ ഭാര്യ നീതു ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. അതേസമയം പുളിക്കീഴ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ അമ്മയെയും മക്കളെയും കാണാതായ വിഷയത്തിൽ ഭർത്താവായിട്ടുള്ള അനീഷിനെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. ഒരു രീതിയിലും മാനസിക പീഡനം നടത്തിയിട്ടില്ല എന്നാണ് പുളിക്കീഴ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഈ റീനയെയും 8ഉം 6ഉം വയസ്സുള്ള 2 പെൺമക്കളെയും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിന്റെ അന്വേഷണവും ഇപ്പോൾ തുടരുകയാണ്. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നത്.